റെഡുകൾക്കൊക്കെ മല പോലെ വന്നിട്ട് എലി പോലെ പോയ ഒരു സിറ്റുവേഷനാണ്. അമേരിക്കയുടെ പേരിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഫാൽക്കൺ എന്ന ക്യാരക്ടറിൻ്റെ കാര്യം മതിയാണ്. പിന്നെ റെഡുകൾക്ക് കഴിഞ്ഞ കുറച്ച് സിനിമയായിട്ട് കണ്ടുവരുന്ന മാർവലിൻ്റെ ഒരു രീതി തന്നെ ഇപ്പോഴും തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മൾട്ടിവേഴ്സ് പ്രതീക്ഷിച്ച് പോയാൽ ആർക്കും അത് കിട്ടത്തില്ല. അങ്ങനെ മാർവൽ ഫാൻസിനെ ആഘോഷിക്കാനായി മാർവൽ സ്റ്റുഡിയോസിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് റിലീസാണ്. സിനിമയുണ്ടെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. പിന്നെ ഒരു ക്യാപ്റ്റന് അമേരിക്കയുടെ പേരിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഫാൽക്കൺ എന്ന ക്യാരക്ടറിൻ്റെ കാര്യം മതിയാണ്. പിന്നെ റെഡുകൾക്കായിട്ട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്, അത് നൈസായിട്ടുണ്ട്. പിന്നെ സിനിമ കണ്ടോണ്ടിരിക്കാം, ഓള സിനിമ കണ്ടോണ്ടിരിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നെഗറ്റീവ് വരുന്ന അപ്പോൾ പ്രതീക്ഷ കൂടി പോയോണ്ടായിരിക്കും അത്. എന്ന് പറയുമ്പോൾ ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു. കാരണം ഇതിന് മുമ്പത്തെ മാർവൽ മൂവീസ് വലുതായിട്ട് അങ്ങനെ വലിയ പോയില്ല. ആകപ്പാടെ നല്ലൊരു സിനിമ ഇറങ്ങുന്ന സ്പൈഡർമാൻ്റെ ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും ഒരു ആവറേജ് മൂവിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു. സാധാരണ മാർവൽ എന്ന് പറയുമ്പോൾ ഫുള്ള് ബുക്കായി പോകണതാണ്. ഫസ്റ്റ് ഡേ പോലും അല്ല ഇതില്ല. സിനിമയ്ക്ക് ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ലേ? ഹൈ മൊമെന്റ്സ് ഈ സാം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൂസ് ബംസ് തരാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരനെ കൊണ്ട്. കാരണം ക്യാപ്റ്റൻ എന്ന് പറയുന്നത് നമ്മളെ സ്റ്റീവ് റോജേഴ്സ്, പുള്ളിക്കാരനെ കൊണ്ട് അത് നടക്കുള്ളൂ. കാരണം ആ ഷീൽഡ് പിടിക്കുന്ന ഒരു ഗാംഭീര്യം അങ്ങേർക്ക് മാത്രമേ ഉള്ളൂ. ഇവൻ പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ല, സാധാ ആൾക്കാരെ പോലെ തന്നെ നമുക്ക് പോകുന്നു. പക്ഷേ ഇടയ്ക്കൊരു ഇതുണ്ട്, ആളുണ്ട്, ഇടയ്ക്ക് ഒരു ആൾ ക്യാമിയോ വരുന്നുണ്ട്. ക്യാമിയോ ഉള്ള ഞാൻ പറയാനുള്ള സ്പോയിലറായിട്ട് വരും. ക്യാമിയോ ഉള്ള ബാക്കി സിനിമ കണ്ടോണ്ടിരിക്കും. ശോകമാണ്, ആണോ? ജസ്റ്റ് കണ്ടിരിക്കാന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പ്രതീക്ഷ അത്രയൊന്നുമില്ല. പ്രതീക്ഷ അത്ര ഒന്നുമില്ല, എന്നാലും പഴയ ഒരു ഇതിൻ്റെ അത്ര വന്നിട്ടില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്യാറുണ്ടോ? ഇല്ല, എക്സ്പെക്ടേഷൻ ഒന്നും വെച്ചില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ബ്രോ മൂവി കുഴപ്പമില്ല, ആവറേജ്. ഇതൊരു സന്തോഷമില്ലാത്ത വലിയ പ്രതീക്ഷ ഒന്നും ഇവിടെ വലിയ ഇതൊന്നുമില്ല. റെഡുകൾക്കൊക്കെ മല പോലെ വന്നിട്ട് എലി പോലെ പോയ ഒരു സിറ്റുവേഷനാണ്. ലാസ്റ്റ് ഒരു സമാധാനം പറഞ്ഞ പോലെ ഒപ്പിച്ച പരിപാടി പോലെ ആയിപ്പോയി. ഒരു ഹൈ മൊമെന്റ്സ് ഒന്നും ഇല്ലേ സിനിമയിലപ്പോൾ? വലിയൊന്നുമില്ല. ആകപ്പാടെ ഒരു സെലസ്റ്റിയൽസിൻ്റെ ഇടയിലുള്ള ഒരു ഫൈറ്റ് മാത്രമേ അത്ര കൊള്ളാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തോളൂ. ബാക്കിയൊക്കെ ഇത്രയൊക്കെ തന്നെ. ഇനി അടുത്തൊരു സീക്വൽ പ്രതീക്ഷിക്കാമോ ഇപ്പോഴത്തെ പോലെ? സീക്വല് ഇനിയിപ്പോൾ തണ്ടർ ബോൾട്സിൽ ഇറങ്ങുമല്ലോ, അപ്പോഴും കാണാം, അപ്പോഴറിയാം. കുഴപ്പമില്ല, ആവറേജ് സിനിമ തന്നെ. വലിയ ഒരു കുമ്പ ഞാൻ ഫീൽ ചെയ്യണം. ഒരു കഴിഞ്ഞ കുറച്ച് സിനിമയായിട്ട് കണ്ടുവരുന്ന മാർവലിൻ്റെ ഒരു രീതി തന്നെ ഇപ്പോഴും. വേറെ ഒരു എടുത്തു പറയേണ്ടതൊന്നും കാണുന്നില്ല. 3Dയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമയുടെ നീളം ചെറിയൊരു ലാഗും കുറച്ച് ഒരു ഹൈപ്പില്ലാത്ത പോലെ പോകും. ടിപ്പിക്കൽ മാർവൽ ഫാനുള്ള സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ 10-ൽ 7, 6 അതിൻ്റെ ഇടയിൽ കൊടുക്കാൻ പറ്റും. കാരണം ശരിയാ, വിൻ്റർ സോൾജർ ഓഫ് ഫാൽക്കൻ്റെ പടം അല്ലാതെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ എത്തിയില്ല പടം. പിന്നെ കണ്ടിരിക്കാം, കഥ കൊള്ളാം, എല്ലാം കൊള്ളാം. ടിപ്പിക്കൽ മാർവൽ ഫാൻ എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല, അവർ ഉദ്ദേശിച്ച ഒരു ലെവലിൽ എത്തണമെന്നില്ല. പക്ഷേ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ ആകുമ്പോൾ നമുക്ക് അടുത്ത ലീഡിലേക്കുള്ള നല്ലൊരു ഹൈപ്പ് തരാം. അത് കാണാനുള്ളൊരു പ്രതീക്ഷ വരുമോ ആ ഒരു സീനും കൂടെ? പടം കണ്ടപ്പോൾ ഇങ്ങനെ ചെറിയ ലാഗ്, ഇടയ്ക്കും അവസാനമൊക്കെ ലാഗ് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കൂടെ കണ്ടപ്പോൾ കുറച്ച് അടുത്ത പടത്തിലേക്കുള്ള ഒരു ലീഡിലുള്ള ക്യൂരിയോസിറ്റി വന്നു. എന്തായാലും എനിക്കത് വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇതില്ല. സ്റ്റോറി കുറച്ചൊരു വീക്കാണ്. 3D ഒക്കെ ഉണ്ട് ബ്രോ? ഇതിൻ്റെ വലിയ ഇതൊന്നുമില്ല, സബ്ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ഒരു 3D എഫക്റ്റ് ആയിട്ട് തോന്നിയത്. ബാക്കി വേറെ ഒന്നുമില്ല. പ്രതീക്ഷ എത്ര? പക്ഷേ മൾട്ടിവേഴ്സ് അതിൻ്റെ ഇതൊന്ന് കുറച്ചുകൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള മൂവിയാണ്. മാർവൽ സ്റ്റുഡിയോസ് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ മൾട്ടിവേഴ്സ് പ്രതീക്ഷിച്ച് പോയാൽ ആർക്കും അത് കിട്ടത്തില്ല. ഒരു വെരി വെൽ ഗ്രൗണ്ടഡ് മൂവിയാണ്. കൊള്ളാം, കണ്ടിരിക്കുന്നു. 3Dയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3Dയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു, കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ല എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ഈ പടം മറ്റേ ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജർ അല്ലേ, ആ ഒരു മോഡൽ പടമാണ്. പക്ഷേ അതിൻ്റെ അത്ര മാർക്ക് എത്തിയില്ല. പിന്നെ പറഞ്ഞ പോലെ റെഡ് ഹൾക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ അതൊക്കെ തന്നെയാണ്. അല്ലാതെ പടത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊരു സംഭവം അങ്ങനെ കിട്ടിയില്ല. ദ യൂഷ്വൽ മാർവൽ സ്റ്റഫ്, ജോക്സ് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്ക വിന്റർ സോൾജറിൽ കുറച്ചും കൂടെ ഒരു ഗ്രിപ്പിംഗ് ഉണ്ടായിരുന്നു, ഒരു സ്പീഡ് ഉണ്ടായിരുന്നു. ഇതിൽ ആ ഒരു സ്പീഡ് കിട്ടിയില്ല. സത്യം പറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ പോരാ.